ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. ഒരിക്കൽ ഹൈദരാബാദിനടുത്തുള്ള ചിൽക്കൂർ എന്ന ചെറുതും ശാന്തവുമായ ഒരു ഗ്രാമത്തിൽ ലളിതനും സമർപ്പിതനുമായി ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. എല്ലാവരുടെയും സംരക്ഷകനും രക്ഷകനുമായ ഭഗവാൻ വെങ്കടേശ്വരനോടുള്ള അഗാധമായ സ്നേഹത്താൽ അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞിരുന്നു. എല്ലാ വർഷവും തന്റെ പ്രിയപ്പെട്ട ഭഗവാനെ കാണാൻ തിരുപ്പതിയിലെ മഹത്തായ തിരുമല ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. പക്ഷേ വിധി ദയനീയമായിരുന്നു. രോഗവും ദാരിദ്ര്യവും അദ്ദേഹത്തെ തന്റെ ഗ്രാമത്തിലേക്ക് ബന്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിച്ചു. രാവും പകലും അടുത്തുള്ള ഉസ്മാൻ സാഗർ തടാകത്തിന്റെ തീരത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു. പുണ്യജലത്തിൽ കണ്ണുനീർ വീണു. ഒരു രാത്രി തടാകത്തിൽ ചന്ദ്രപ്രകാശം തിളങ്ങിയപ്പോൾ ഭക്തൻ ഗാഠനിദ്രയിലേക്ക് വീണു. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരു മഹത്തായ ദർശനം പ്രത്യക്ഷപ്പെട്ടു. ദിവ്യപ്രകാശം പ്രസരിച്ചുകൊണ്ട് ഭഗവാൻ ബാലാജി തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു. ഭഗവാൻ സൗമ്യമായി പറഞ്ഞു, "എന്റെ കുഞ്ഞെ, നീ അധികം ദൂരം സഞ്ചരിക്കേണ്ടതില്ല. ഞാൻ ഇവിടെയുണ്ട്, നിന്നോടൊപ്പമുണ്ട്. നാളെ തടാകത്തിനടുത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ കുഴിക്കുക. നീ എന്നെ കണ്ടെത്തൂ." ആനന്ദ കണ്ണീരോടെ ഉയർന്ന ഭക്തൻ സ്ഥലത്തേക്ക് ഓടി. വിയർക്കുന്ന കൈകളോടെ അയാൾ കുഴിക്കാൻ തുടങ്ങി. അവിടെ മണ്ണിനടിയിൽ കുഴിച്ചപ്പോൾ വെങ്കടേശൻ ഭഗവാന്റെ മനോഹരമായ സ്വയം പ്രകടമായ ഒരു വിഗ്രഹം അയാൾ കണ്ടെത്തി. അതിനരികിൽ അദ്ദേഹത്തിന്റെ ദിവ്യ പത്നിമാരായ ശ്രീദേവിയും ഭൂദേവിയും ഉണ്ടായിരുന്നു. ഗ്രാമം മുഴുവൻ സന്തോഷിച്ചു. ഭക്തിയോടും സ്നേഹത്തോടും കൂടി അവർ ഭഗവാനെ വസിക്കാൻ ഒരു ലളിതമായ ക്ഷേത്രം പണിതു. സ്വർണമോ വെള്ളിയോ രാജകീയ രക്ഷാകർത്തൃത്വമോ ഇല്ലായിരുന്നു. വിശ്വാസം നിറഞ്ഞ ഹൃദയങ്ങളുടെ ശുദ്ധമായ വഴിപാടുകൾ മാത്രം. നൂറ്റാണ്ടുകൾ കടന്നുപോയി. ക്ഷേത്രം എളിമയുള്ളതും എന്നാൽ ശക്തമായതുമായ ഒരു പ്രാർത്ഥനാ സ്ഥലമായി ഉയർന്നു. ദൂരെ നിന്നും ആളുകൾ സന്ദർശിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് വിദേശ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും തടസ്സങ്ങൾ നേരിട്ടവർ കടലുകൾക്കപ്പുറമുള്ള വിസ, ജോലി, സ്വപ്നങ്ങൾ എന്നിവയ്ക്കായി അനുഗ്രഹം തേടി അവർ എത്തി. അങ്ങനെ ക്ഷേത്രത്തിന് അതിന്റെ സ്നേഹനിർഭരമായ പേര് ലഭിച്ചു, വിസ ബാലാജി ക്ഷേത്രം. എന്നാൽ ചിൽക്കൂർ ബാലാജി വ്യത്യസ്തമായിരുന്നു. ഇവിടെ പണമൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. VIP പദവികളില്ല. ധനികരും ദരിദ്രരും തമ്മിലുള്ള വേർതിരിവില്ല. ചെറുപ്പക്കാരോ പ്രായമായവരോ ശക്തരോ എളിമയുള്ളവരോ ആയ എല്ലാ ഭക്തരും ഭഗവാന്റെ മുമ്പാകെ തുല്യരായി നിന്നു. ഭക്തർ വന്ന് ബാലാജിയുടെ മുന്നിൽ കുമ്പിടുകയും പ്രാർത്ഥനയിൽ ആഗ്രഹങ്ങൾ മന്ത്രിക്കുകയും ശ്രീകോവിലിന് ചുറ്റും 11 പ്രദക്ഷിണം നടത്തുകയും ഓരോ ചുവടുവയ്പിലും അവരുടെ പ്രതീക്ഷ മുദ്രവെക്കുകയും ചെയ്യും. അവരുടെ ആഗ്രഹങ്ങൾ വിസ, സ്വപ്നജോലി അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതം ലഭിക്കുമ്പോൾ അവർ നന്ദിയോടെ മടങ്ങി വന്ന് 108 പ്രദക്ഷിണങ്ങൾ നടത്തും. സ്വർണമോ സമ്പത്തോ കൊണ്ടല്ല, മറിച്ച് വിയർപ്പ്, ഭക്തി, ആനന്ദ കണ്ണീർ എന്നിവയാൽ നന്ദി അർപ്പിക്കും. ഇന്നും തണുത്ത പ്രഭാത മൂടൽ മഞ്ഞിലും ചൂടുള്ള സ്വർണ വൈകുന്നേരങ്ങളിലും നഗ്നപാതരായ കാൽപ്പാടുകളുടെയും നിശബ്ദ പ്രാർത്ഥനാ ഗീതങ്ങളുടെയും സ്ഥിരമായി താളം ക്ഷേത്രത്തിൽ പ്രതിധ്വനിക്കുന്നു. അചഞ്ചലമായ വിശ്വാസത്തിന്റെ ശക്തിയുടെ ജീവിക്കുന്ന തെളിവ്. ചിൽക്കൂറിൽ ബാലാജി ഭഗവാൻ നിശബ്ദമായി പുഞ്ചിരിക്കുന്നു. സമ്പത്ത് കൊണ്ടല്ല, ശുദ്ധവും ലളിതവുമായ സ്നേഹത്തോടെ വരുന്ന ഓരോ ആത്മാവിനെയും അനുഗ്രഹിക്കുന്നു.